ഓക്കെ, അപ്പം നേരെ ഇരുട്ടാറായി. കളറൊക്കെ മാറി കേട്ടോ, വീഡിയോയുടെ കളറൊക്കെ മാറി, നേരെ ഇരുട്ടാറായി. മടുത്തോ? എന്നാ പോട്ടെ. അപ്പം നമ്മുടെ യാത്രകൾ മുന്നോട്ട്, റൈറ്റ്. അപ്പം യാത്രകൾ മുന്നോട്ട് പോകണം. കുറേ ഉണ്ടല്ലോ താറാവല്ലടി, താറാവല്ല മറ്റേ പറക്കുന്ന സൈസ്. ഒത്തിരി ഉണ്ടല്ലോ അതിനകത്ത്. അയ്യോ, അടിപൊളി. കുഞ്ഞുങ്ങളും തള്ളകളും എല്ലാം കൂടെ മേയുന്ന സംഭവമാണ് കണ്ടോ, അടിപൊളി. താറാവല്ല, കൊള്ളാം, അടിപൊളി. കുറേ ഉണ്ട്. എല്ലാവരും നമ്മളെ കണ്ടപ്പോഴത്തേനും സ്പീഡിൽ പോവുക. ഇവിടെ വന്ന് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയല്ലേ. അമ്മയും മക്കളും അവിടെ അപ്പുറത്തോടെ ഒരുത്തരം ഓടുന്നുണ്ട്. ഇത് കുറേ പിള്ളേർ സെറ്റുമായിട്ട് അടിപൊളി, നല്ല രസമുണ്ട്. ആഹാ, കുറേ ഉണ്ടല്ലോ. ഹായ്, റോഡ് അങ്ങനെ നടന്ന് ഞങ്ങൾ റോട്ടിലെത്തി. ഞാട്ടെ, നീ പേപ്പർ പോട്ടെ, എവിടെ പോടി തക്കടൂ. അപ്പം നമ്മളിനി അടുത്ത കവലയിലോട്ട് പോവുകയാണേ. ഇനി നമ്മൾ കിടക്കുന്നത് ഇനി ലെഫ്റ്റ്, ആ വെയിറ്റിംഗ് ഷെഡ് കാണുന്ന അവിടുന്ന് അവിടെ താഴോട്ട് പോവുകയാണ്. യാത്രകൾ തുടരും. ഇവിടെ മൃഗങ്ങളുണ്ട്, വണ്ടി സൂക്ഷിച്ച് ഓടിക്കണമെന്ന് എഴുതിയേക്കുന്നുണ്ടോ, മാൻ്റെ പടം. അപ്പോൾ അങ്ങനെ പതിയെ വണ്ടി ഓടിച്ച് പോകണം. പക്ഷേ വണ്ടി പതിയൊന്നും പോകില്ല, വണ്ടി നൂറേയാകും. ഗോതമ്പൊക്കെ സെറ്റപ്പാകാൻ തുടങ്ങി, കാഴ്ച നിൽക്കുന്ന സംഭവമാണ്. ഇതാണ് മ്യൂസിയം പോകുന്ന വഴി. ഇതാണ് ജർമ്മനിയിലെ പ്രശസ്തമായ വെയിറ്റിംഗ് ഷെഡ്. സിമ്പിളായിട്ട് പെടുന്നത്, 3 സീറ്റ്, റൂഫ്, കാര്യങ്ങൾ ഇത്രയുള്ളൂ, സിമ്പിൾ. പബ്ലിക് ടെലഫോൺ ബൂത്ത്. കോയിനിട്ട് തുറന്ന് അതായത് ഫോണുണ്ട്, നമുക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലത്തെ മാഞ്ചിയം, ഏത് മരത്തിൻ്റെ ഷേപ്പ്? മാഞ്ചിയമല്ല, നമ്മുടെ ഇയൽവാകയുടെ ഒരു ഷേപ്പ് ഉള്ള മരമാണ്. അപ്പം നല്ല ടാറിങ് റോഡ്. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയയിലോട്ടുള്ള റോഡാണ്. നല്ല സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്, നല്ല അടിപൊളി റോഡ്. ഇനി തക്കളുവിൻ്റെ ഡാൻസ് ഉണ്ടേ, ഡാൻസ് കളിച്ചോ? അത് പറ്റത്തില്ല. ഇന്ന് പോകുന്ന വഴിക്ക് ഡാൻസ്, പാട്ട്, സംഭവം. കുരിശുപള്ളി കണ്ടോ? കുരിശുപള്ളി നാടൻ ലുക്കാണ്. കാടൊക്കെ കാണുമ്പോൾ നമ്മുടെ അവിടുത്തെ പോലല്ലേ. കുരിശുപള്ളി ആണ്ട് പൂവൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തിരിയുണ്ട്.
ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ. ഓ ആപ്പിള് ആറായി. വീഡിയോ എടുത്തോണ്ടിരിക്കോ? ചാടിക്കോ. ഇത് ഫ്ലാറ്റ് പോലത്തെ ഇത് കൂട്ടാ. 5-6 പേര് താമസിക്കുന്ന വീടുകളാണ്. ഇവിടെയൊക്കെ വന്ന് താമസിക്കാൻ നമുക്ക് വേണമെങ്കിൽ റെന്റിനെടുക്കാം. ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ആപ്പിൾ ഉണ്ടായോ? ഇപ്പം അടുത്ത മാസം വരുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ. ഞാനിന്ന് ഇതിൽ സൈക്കിളിൽ പോന്ന നമ്മുടെ തേക്കടിക്കൊക്കെ പോകുന്ന പോലെ ഉണ്ടല്ലോ. തേക്കടി ആ ഫോറസ്റ്റ് അവിടെ കണ്ടോ? അതാണ് പശു. അതാണോ പശു? പശുക്കൾ. പശുവിന് വേണ്ടി കണ്ട അവര് ഗ്രില്ലടിച്ച് അവര് കളം തിരിച്ച്. വലിയ പശു. ആശാൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ട്. പശുക്കൾ തിന്നുന്ന സ്ഥലം. ഇവിടെ ആൾക്കാർ ഇന്ന് ഞായറാഴ്ച കണ്ട് നടക്കാൻ ഒത്തിരി പേര് കാണുന്നത്. റെസ്റ്റ് എടുക്കുന്നു പശു. അവർക്ക് ബാത്ത് ടപ്പാന്ന് തോന്നുന്നു കേട്ടോ. പോയ ബാത്ത് ടപ്പാ വെള്ളം കുടിക്കാൻ വേണ്ടി അവർക്ക് വെച്ചേക്കുന്നുണ്ടോ ബാത്ത് ടപ്പ്. ഇഷ്ടംപോലെ പശു. ജേഴ്സി പശു, ഈസി പശു എല്ലാം ഉണ്ട്. കമ്മലും കടുക്കനും ഒക്കെ ഇട്ട പശുക്കളാണ്. ഇൻഷുറൻസ് ഉള്ളതായിരിക്കും എല്ലാത്തിനും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഏറുമാടം കാണിക്കാം. ഫോറസ്റ്റിനകത്തുള്ള ഏറുമാടമാണ്. അതുകൊണ്ട് ഏറുമാടം എന്ന് പറഞ്ഞാൽ ട്രീ ഹൗസ്. അവിടെ ഒരു മുയൽ ഓടുന്നതാണോ? അതേ ഇരിക്കുന്നു. നീ ഇഷ്ടം പോലെ മുയല് പുല്ലൊക്കെ ആയില്ലേ? അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഇവിടെ പോകുന്നു. ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര ആനിമൽ സ്നേഹമുള്ളവർ. അതുകൊണ്ട് നമ്മളിതിനെ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അവർ പറഞ്ഞു കൊടുക്കും. ഡാൻസ് കളിക്കാനേ ഇപ്പം ഞാനാണോ കളിക്കുന്നത്? നിങ്ങളൊരു മുയൽ ഇരിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നുണ്ടോ? മാറുന്നുണ്ട്. സൈഡിൽ കൂടെ നടക്കണേ. അവിടെ കൊടുക്കും. അതാണ് മുയൽസ്. ഇവിടെയൊക്കെ കുറവാണ് മുയലേ. അപ്പുറത്തൊക്കെ പോകുന്നിടത്ത് ഒത്തിരി മുയലുണ്ട്. ഞാൻ അപ്പുറം നടക്കാൻ പോകുന്നത് ഭയങ്കര ഒരു ഗ്രൗണ്ടാണ്. എന്നാ വലുതല്ലേ? ഇരിപ്പുണ്ടെങ്കിൽ മിക്കവാറും മുയലിനിട്ട് കിട്ടും. അവിടെ ഇരിപ്പുണ്ട്. അതാണ്ടിരിക്കുന്നത്. പരുന്ത് മുയലിനെ നോട്ടം ഇട്ടിട്ടുണ്ട്. അവനവിടെ പമ്മി ഇരിക്കുക. മുയലെ വിട്ടു പൊക്കോ, നിന്നെ പൊക്കും. സ്ഥലം വിട്ടോ കേട്ടോ. ആശാൻ അവിടെ കണ്ടോ നോക്കുന്നേ? കണ്ടോ? പോയോ അവിടെ നിന്ന് പറഞ്ഞ വഴികളിലൊക്കെ ചെറിയ കുരിശുപള്ളികൾ. കുരിശുപള്ളി എന്ന് പറയാൻ പറ്റിയല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് അടുത്ത കടവിലേക്ക് പോവേ. സ്പീഡിൽ പോകണമല്ല, അങ്ങ് ചെല്ലത്തില്ല കേട്ടോ. ഉണ്ട് അവിടെ കണ്ടോ ടോയ്ലറ്റാ അത്. പക്ഷെ അത് ആർക്ക് കയറാൻ പറ്റുന്ന തരത്തില്ല. അത് എങ്ങനെയാ സംഭവം എന്ന് അറിയത്തില്ല. നോക്ക് അവിടെ പോകുന്ന. പിന്നെ ഫോറസ്റ്റിന് അങ്ങ് അവിടെ ഉണ്ടോ, അപ്പുറത്തും ഉണ്ടോ. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളാ ഇതുണ്ടോ ഇവിടെയാണെങ്കിലും ഈ വനത്തിക്കൂടെ പോകുന്നിടത്താണെങ്കിലും കണ്ടോ അവർ നല്ല സെറ്റപ്പായിട്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ട് കണ്ടോ. ഇങ്ങനെയാണ് സ്ട്രീറ്റ് ലൈറ്റ് പിടിപ്പിക്കുന്നത് കറക്റ്റ് നോക്കി. നമ്മുടെ ആണെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ അറ്റത്ത് മാത്രം ഒരു കുഞ്ഞ് ബൾബിട്ട് പോകും നാട്ടി. ഇത് ഗോതമ്പാ. ഇവിടെ ഗോതമ്പേ ഉള്ളൂ, നെല്ലില്ല.
എല്ലാം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നല്ല അരിയൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ടഡാണ്, വേറെ കാണുന്നു വരുന്ന. ഇവിടെ ഗോതമ്പുണ്ട് ഇഷ്ടം പോലെ. അതെന്നാ നടത്തില്ല ഗോതമ്പ് കൃഷി ശരിക്കും. ആ പൊടിയാക്കാനാ എനിക്ക് പൊടി 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 ഗോതമ്പ് ബ്രെഡ് ഉണ്ടാക്കാനാണ് കൂടുതൽ. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയിട്ട് ഉണ്ടോ പിന്നെ അക്കരെ കണ്ടോ വീട്. ഇവിടുത്തെ വീടുകളല്ല ഇങ്ങനത്തെ സ്റ്റൈലൻ വീടുകളാണ്. 2, 3, 5, 6 ഫാമിലി കാണും അവിടെ ചിലപ്പോൾ. ദൂരം ഒത്തിരി ഉണ്ട് കേട്ടോ. നടന്ന് പിന്നെ തകടമൊക്കെ കിടന്ന് അലറരുത്, കാലുവേദന എടുക്കുന്നു പറഞ്ഞേ. അല്ല ഇപ്പം തന്നെ തിരിച്ചോണം. അവിടെ ഇവിടെ മാത്രമേ നമുക്ക് ഈ ഇലക്ട്രിക് ലൈൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ. ബാക്കി ടൗണിലോട്ടൊന്നുമില്ല, എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ഇവിടെ കണ്ടോ ലൈൻ ഇവിടെ ലൈൻ ഉണ്ടെങ്കിലും അതിൻ്റെ പുറത്ത് ഇത് കവർ ചെയ്ത സാധാ കമ്പിയല്ല. അവിടെ നിൽക്കുന്നു ട്രാൻസ്ഫോമർ. ജർമ്മനിയിലെ ട്രാൻസ്ഫോമർ കണ്ടോ? ട്രാൻസ്ഫോമർ നമ്മുടെ നാട്ടിലെ ട്രാൻസ്ഫോമർ വെക്കുന്ന കൂട്ട് പോസ്റ്റ്. ഇത് ബെഞ്ചിട്ടേക്കുന്നു, മടുത്തെങ്കിൽ ഇരിക്കാം. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ വഴി നടക്കുന്നിടത്ത് ബെഞ്ചിടുവോ? അന്നെങ്കിൽ അതായാലും പറിച്ചുകൊണ്ട് പോവും. അതിന് കുറച്ച് നേരം ഉള്ളൂ. ഇത് ഇങ്ങനത്തെ ഇച്ചിരി ഉള്ളിലോട്ടുള്ളതായതുകൊണ്ട് ഇവിടെ കാടായി. ഇത് ഇവിടെ കൃഷിയൊന്നുമില്ല. ഇവിടെ ഞാൻ ചോദിച്ചാൽ ഇതിപ്പം കവർ ചെയ്തിട്ട് ആടിനെയും പശുവിനെയൊക്കെ തീറ്റാൻ പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ കുതിര നിൽപ്പുണ്ട് അപ്പുറത്ത് കണ്ടോ. 2 കുതിരാസ് 1 മങ്കി. ഇതേ 1 മങ്കി പോന്നു. ഇതൊക്കെ അനദർ മങ്കി. ആ അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഇനി കുറച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ബിയർ ഗാർട്ടൻ ഉണ്ട്. ബിയർ ഗാർട്ടൻ ഉണ്ട് അവിടെ. ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ കാണും. ഒതുങ്ങിയ സ്ഥലം, സൈക്കിളിലൊക്കെ വരിക. ആൾക്കാർ വീട്ടിൽ നിന്ന് പതിയെ സൈക്കിളൊക്കെ എടുത്ത് നൈസായിട്ട് വരുന്നു, 2 അടിച്ചിട്ട് പോകുന്നു. നല്ല തണുത്ത ബിയർ. ഇവിടെ ഞങ്ങൾ സൈക്കിളിൽ പോകുമ്പോൾ കാണാം ആ പൂ വെച്ചേക്കുന്നതിനകത്ത് അവിടെ ആൾക്കാർ പാർട്ടിയാണ്. അവിടെ പന്തുകൂട്ടൊക്കെ ഉണ്ട്, കുട. അവിടെ നല്ല സെറ്റപ്പാണ്. ഓരോരോ ഫംഗ്ഷനൊക്കെ നടക്കുമ്പം ആൾക്കാർ ഇവിടെ ഇങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ബർത്ത്ഡേക്കൊക്കെ വെക്കുവാണെങ്കിലേ ഇവിടെ വരാം. ഇത്ര കുറച്ച് രൂപ കണ്ട അതിന് ചാർജ്. ഏത് പ്രതിമയാടി പോടി. നമ്മളിങ്ങനെയുള്ള സ്ഥലത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളും നല്ല രസമാണ്, സൗന്ദര്യമായിട്ടുള്ള ഏരിയകൾ കാണാം. എല്ലാം മുറ്റമൊക്കെ ഉള്ളവർ നല്ല ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് കണ്ടോ. അവിടെ അങ്ങ് ആർക്കും കയറാൻ പോലും പറ്റില്ല. ഇത് മാറിക്കാടി ഞാൻ ഫ്രണ്ട് ചെയ്ത്. അവിടെ മരം നിൽക്കും, നല്ല സ്റ്റൈലന്നെ ഒരു മരം കണ്ടോ. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റും. കാലും കീലും മാറ്റി പോവും. ഇതാണ് ബിയർ ഗാർട്ടൻ പാർക്ക് പ്ലാറ്റ്സ്. അത് നമുക്ക് റൈറ്റ് പോകണമെങ്കിൽ ബിയർ അടിച്ചിട്ട് പോവാം. നമ്മളപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ലെഫ്റ്റ് പിടിക്കുന്നു. ആൾക്കാർ ജില്ലെന്ന് പോകുന്നുണ്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് നമ്മൾ നമ്മുടെ ഏരിയയിലോട്ട് പോകുന്നു. ഒന്നും പറയാൻ പറ്റത്തില്ല, ഇനിയും കുറേ നടക്കാനുണ്ട്. മടുപ്പുള്ളവർ തിരിച്ചു വിട്ടോണം. ഓക്കോ നീ പോകണോ? പോ നേരത്തെ നീ പോകുന്നില്ലടി. നോക്കടി ബിയർ കാർട്ടൻ കണ്ടോ. ഇതാണ് ആൾക്കാർ ഇരുന്ന് അടിക്കണ്ടോ. നൈസായിട്ട് വരിക, അടിക്കുക, പോവുക. ഇപ്പോൾ ചാടാൻ പോകണടി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആറ്. ആറെന്നാ അതിന് പറയുന്നത്. ആറ്. ആ മരം കണ്ടോ എന്നാ രസമാണ്. എനിക്ക് കോഴിയുടെ കപ്പ് പോലെ ഇല നിൽക്കുന്നത്. ഇത് ഫ്രണ്ടിലിത് നല്ല തണുപ്പല്ലേ ഇവിടെ. AC പോലെ സുഖമാണ് അവിടെ പോകാൻ. ഇതിൽ സൈഡിൽ കായൽ ആറുള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. തകടു എന്നാടി പറയുന്നേ? എന്നാ
ഉണ്ടാ നടന്നോണം കേട്ടോ. പോകണമെങ്കിൽ തിരിച്ചു പോകണം. ക്രിസ്മസ് സോപ്പാണ് ഇരിക്കുന്നത്. അതിനാ മരത്തിന് പുറത്തിരിക്കുന്നത് കണ്ടോ? ഇത് കണ്ടല്ലേ? ഇവിടെയൊക്കെ ഇതുണ്ടോ, ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്നതാണേ. വൈകിട്ടൊക്കെ തകർക്കുക വരുന്നുണ്ട്. തീ കത്തിക്കാൻ പാടില്ല, പക്ഷേ ഇവർ കത്തിക്കുന്നുണ്ടല്ലോ. വനത്തിനകത്തൊന്നും തീ കത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കത്തിക്കും. നമ്മൾ കത്തിച്ചാൽ നമ്മളെ പിടിക്കും. കുതിര അവിടെ ഉണ്ട്. കുതിര അതാ മണം. ഇതുണ്ടോ, ഇതാണ് കുതിരയ്ക്ക് പോകാനുള്ള വഴിയാണ്. കുതിരേ കറങ്ങി വരും. ഈ ലെഫ്റ്റ് കയറിക്ക് വേണേ. ഇവിടെ കയറിയിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതിലെ തന്നെ ഇറങ്ങി അങ്ങ് പോവാം. ഇതിലെല്ലാം ഞാൻ വരുന്ന സൈക്കിളിന് ഇവിടെ എടുക്കാം. ഇരിക്കുന്ന വേണേൽ അവിടെ ബെഞ്ചുണ്ട് അപ്പുറം. ഇവിടെ കുറേ നല്ല സ്റ്റൈലൻ വീടുകളുണ്ട്. പച്ചപ്പ് പഴുപ്പ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഫോട്ടോ എടുക്കണേ എടുക്കാം. കുതിര എന്ത് ചെയ്യുന്നത് കണ്ടില്ല. അതേ നിൽക്കുന്നു ആട്. നോക്കിയോ, ആടുകൾ മേയുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണേ. അപ്പോൾ ഇതിലെ നടന്ന് നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി മെയിൻ റോഡിലോട്ട് കയറാം. അടുത്തോടി നോക്കണോ? ഇല്ല. ആഹാ, മിക്കവാറും അത് നിങ്ങൾ മൂന്നും കൂടെ പോക്കോണം. ഞാൻ വരത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഈയിടെ മഴ പെയ്തെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ കലങ്ങി. ഒരച്ചായി അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ ഒരു പുള്ളി ഈ മീൻ പിടിക്കുന്നതാണ്, ദൃശ്യമാണ് പകർത്തുന്നത്. ഇത് ഇവിടെ മീൻ പിടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. മീന് ചെറിയ മീനെ പിടിക്കാൻ പറ്റത്തില്ല. എറിയരുത്. ആ പുള്ളി മീൻ പിടിക്കുക, അത് ഒച്ച കേൾക്കും, പിന്നെ ഉപയോഗിക്കാവും. ചെറിയ മീനാണെങ്കിൽ അതിനെ തിരിച്ചു വിടണം. വലിയ മീൻ അളവുള്ള മീനുണ്ട്. അത് അളവുണ്ടെങ്കിലേ പിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ സ്കെയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അളന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞ രീതിക്കുള്ള മീനാണെങ്കിലേ അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ മീൻ പിടിയുടെ വ്യത്യാസം. പച്ചായ മീൻ പിടിക്കട്ടെ കേട്ടോ. ഇനി കൊടും വനമാണേ. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. നോക്കി വന്നോണം. മറ്റേ മുമ്പേ കണ്ട ആ പശി, ആ പുലിയൊക്കെ വലിയ ആ പശി മറ്റേ കണ്ടില്ലേ താറാ പോലെ, അത് വന്ന് കൊത്തും. ആ പുലി വാ 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 വാ. ഇന്നിനി ഇരുട്ടി, സമയം പോയി. നാളെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ആ സമ്മതിച്ചാ ഇവിടെ കരയാൻ വയ്ക്കുമെന്ന്. പാർക്കിൽ പോകാൻ നമ്മൾ സമ്മതിച്ചു, പക്ഷെ സമയം പോയി. ആരല്ലേ കുഴപ്പം. നാളെ സമയമുണ്ടല്ലോ, ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നമ്മൾ നാളെ പോവും. നാളെ പോയിട്ട് അവിടെ എല്ലാം നാളെ അതെന്നാണ് ഈ ഫോണിൽ വരുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങി 11:30 തീരുന്നതാണ്. 5 മണിക്കൂർ. ഉണ്ടെങ്കിൽ ഉണ്ട്. ഞങ്ങൾക്ക് പോലും നാട്ടിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് പോലും 5 മണിക്കൂർ സ്കൂളില്ല. അവിടെ ഇവിടെ എങ്ങനെയുണ്ട്? നല്ല സ്ഥലമല്ലേ? ഇവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ ഫ്ലാറ്റൊക്കെ കിട്ടുന്നത് അടിപൊളിയാണ്. ഒരു ശല്യമില്ല. വിമാനം പോകുന്ന ഒച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചാട്ടക്കാരും ഓട്ടക്കാരും ഒക്കെ പോന്നു. അപ്പോൾ നിങ്ങൾ പോയി പാർക്കിൽ അതിലേ പോയിട്ട് അവിടെ പോയി 10 മിനിറ്റ് ഇരുന്നിട്ടോ.
ആ കളിക്കാൻ അവരുടെ അപ്പുറത്തെ വീടില്ല, അതിനകത്ത് കയറി കളിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിറക് കിടക്കുമ്പോൾ എന്നാ നമ്മൾ ഓർക്കുന്നേ പറയാമോ? അല്ല, സ്റ്റോർ ഏലക്ക സ്റ്റോർ ഉണ്ടെന്ന് ഓർക്കും. ഉണ്ടോ? അങ്ങനെയാണുള്ളവരാണ് ഏലക്ക സ്റ്റോർ ഉള്ളവരങ്ങനെ. ഇവിടെ എന്തെങ്കിലും പരിപാടി ഓർമ്മയായിട്ടുണ്ടെന്ന് തോന്നേ റെസ്റ്റോറൻറ്റിൻ്റെ, അതാണ് സംഭവം. ഞാൻ ഇവിടെ വീടുകളാണ് കേട്ടോ. നിങ്ങൾ പോക്കോന്നേ, പാർക്കിൽ പോകുന്നവർ പോവാ, പാർലമെൻറ്റിൽ പോകുന്നവർ ജഗതി പറഞ്ഞല്ലേ പാർലമെൻറ്റിൽ പോവാം. ഞാൻ വീട്ടിൽ. ഇവിടെ ഒരു പാർക്കുണ്ട്, ഒരു മ്യൂസിയം. ഞങ്ങളവിടെ മ്യൂസിയം നമ്മളിന്നാളെ പോയി ചെന്നിട്ട് സമയം പോയി. 4 മണി വരെ എങ്ങാണ്ട് ടൈമുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും. അത് തന്നെ ഞാൻ തോന്നുന്നു. ഇവിടെ പ്രാഷൻ ബോട്ട് പിടിക്കുകയില്ല. ഇതല്ല, പ്രാഷൻ ബോട്ടിന് മരം പോലെ തന്നെ ഇരിപ്പുണ്ട്. ഫയർ എന്നാ ചെയ്തേക്കുന്നത്? ഫയർ സുഫാട്ട്. അവിടെ ഇടാൻ പറ്റത്തില്ലെന്നോ വണ്ടി? അതാ ചോദിച്ചാൽ അവിടെ വണ്ടി ഇട്ടാലല്ലേ എടുത്തോണ്ട് പോകുള്ളൂ. വണ്ടി ഇട്ടല്ലേ എടുത്തോണ്ട് പോകും. അതല്ല ഞാൻ ചോദിച്ചാൽ അവിടെ വണ്ടി ഇട്ടാലല്ലേ കുഴപ്പമുള്ളൂ. അങ്ങോട്ട് മടുത്തോടി ഇല്ലേ? അപ്പം നമ്മൾ മെയിൻ റോഡിലോട്ട് വീണ്ടും കയറുന്നു. പണ്ടത്തെ കോഴി ഫാമില്ലേ, അതിലേ പോകുന്നു. അതിലേ പോകണ്ടേ? ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് പറയാം. ഇപ്പോൾ ഈ വീടെ നോക്കിയിട്ട് പറയാമോ? ഇവിടെ എല്ലാം ഇങ്ങനെ പൂ വെക്കും. അവർക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ തോന്നുന്നല്ലേ? ഓടിന് തട്ടി താഴെ ഇടണം. താക്കോട് ഇച്ചിരി മാറി നടന്നേ അങ്ങോട്ട്. മ്യൂസിയത്തിൽ വരുന്നവരുടെ പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിംഗ് ആണോ? അവിടെ എല്ലാം അടച്ചുകൊണ്ടോ? ചങ്ങല പോ. ഇതുണ്ട്, ലൈറ്റ് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. നോക്കടി, ലൈറ്റ് പിടിപ്പിച്ചേക്കും. അവിടെ എന്നാ കാട്ടിക്കൂടാണ് ലൈറ്റുണ്ട്. അതാണ് ഇവിടുത്തെയൊക്കെ പ്രത്യേകത. ഇതുണ്ടോ ഗാർഡ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് മ്യൂസിയം. അതാണ് മ്യൂസിയം മിങ്കൽ. മ്യൂസിയൽ ഇൻസൽ ഹോംബോഷ്. ഇങ്ങനെ കാട് പിടിച്ചാൽ കിടക്കണം. പക്ഷേ ഇതെന്നാ സംഭവം ഒരു പിടിയില്ല. ഒരു പ്രാവശ്യം കയറി ചെന്നപ്പം സമയം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ പോയുമില്ല. അതെന്നാന്ന് പറയാം, ലൈൻ ഇത് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതോ ഏത് ഔട്ടാവാൻ? ഇത് ഔട്ടാവാനല്ല, ഈ റോട്ടിൽ കയറി കഴിഞ്ഞാൽ ഔട്ടാവാനിലോട്ട് പോകാം. ആ റോട്ടിൽ ഇതുണ്ടോ, ഈ റോട്ടിൽ ചെന്ന്. ഇത് ഔട്ടാവാനല്ല, ഇത് സാധാ റോഡ്. ഹലോ. ഒന്ന് രണ്ട് കാണിച്ചില്ലേ, പിന്നെയും ഇനി കാണിക്കണോ? ഇവിടെ വണ്ടി പോകുന്ന പോക്കുണ്ടോ? ഇതാണ് മിങ്കൽ മ്യൂസിയം ഇൻസൽ ഹോംബോഷ്. വഴി നമ്മൾ അതിലേ പോയി ഇതിലേ വന്നു. റോട്ടിൽ കയറി. റോഡുണ്ട്, നടക്കാൻ ആൾക്കാർക്ക് നടക്കാൻ സൈക്കിൾ പോകാനുള്ള വഴിയാണ്. 70 കിലോമീറ്റർ സ്പീഡിലേ ഇതിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകും. റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന ആൾക്കാർ റൈറ്റ് സൈഡിൽ കൂടെയും,
ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന ആൾക്കാർ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവും. മെയിൻ റോഡിൽ വീണ്ടും വന്ന് കയറി. അപ്പോൾ അവിടെയാണ് നമ്മൾ പണ്ട് വന്ന ഫാം. തകട് ആദ്യം വന്ന് ഉറങ്ങുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് കയറിക്കാം. റോഡ് ക്രോസ് ചെയ്തോ. വാ 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 വാ. എന്നാ അത് ഗോതമ്പ്. കുഞ്ഞിക്കിളികൾ എനിക്ക് കേൾക്കാം. കുഞ്ഞിക്കിളികളോ? കിളിയല്ല, കോഴി. കോഴിയോ? കോഴിയൊന്നുമില്ല അവിടെ. ബൈക്കൊക്കെ എന്നാ സ്പീഡിലാണ് പോകുന്നത്. ഇത് 70 കിലോമീറ്റർ സ്പീഡിൻ്റെ റോഡാണ്. പക്ഷേ ആൾക്കാർ നല്ല പിടിയിലാണ് ഇവിടെ. ഇതാണ് നമ്മ ചൊറിയണങ്ങ്. ഇത് കണ്ടോ? വേണമെന്ന് കയറി തൊട്ടിട്ടോ. നമ്മൾ വണ്ടി അടിച്ചു വിട്ട അയാൾ വരുന്നുണ്ട്. അതേ പോകുന്നു, അതിലേ ഒരുത്തൻ പോകുന്നു. ഇതാണ് ഗോതമ്പ് 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 തോട്ടം. ആണോ? ഫാം ഹൗസ് ആണ്, ഫാം ഹൗസ്. ഇതാണ് സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറഞ്ഞ സിനിമയില്ലേ, ജയറാമിൻ്റെ. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഇവിടെ ജർമ്മനിയിൽ. അത് ജയറാമിൻ്റെ ഫാമാണ്. ജയറാമും സുരേഷ് ഗോപിയുടെ കൂടെ ഫാമില്ലായിരുന്നു. ആ ഫാമായത്. കോഴിയെ കാണാൻ നിൽക്കുവാണ്. കോഴി അതുകൊണ്ട് ഒരു അടിപൊളി ഒരു പൂവൻ കോഴിയെ കണ്ടോ? കുഞ്ഞല്ല, ചെറിയ ഇനത്തിൽപ്പെട്ട ഒരുത്തനാണ്. രാജാവാന്ന് തോന്നുന്നു അവനുണ്ട്. മറ്റേ കോഴി തല ഹെൽമെറ്റ് ഉണ്ട്. ഇവിടെ പെറ്റി അടിക്കും, അല്ലെങ്കിൽ ഹെൽമെറ്റൊക്കെ വെച്ചാൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാമും കണ്ട്, കോഴി ഫാമും കണ്ട്. പാത്ത എല്ലാവരും റെസ്റ്റാണ്. അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്ന മരങ്ങളൊക്കെയാണ്. ആ മരത്തിൻ്റെ ഇലകൾ. പിന്നെ ആപ്പിൾ മരങ്ങളുണ്ട്. ആപ്പിൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊക്കെ ആപ്പിളാണ്. അവർക്ക് വേണ്ടി മാത്രം പൊഴിഞ്ഞ് വീണ് കഴിയുമ്പം അവർ കൊത്തി തിന്നും. എല്ലാവരും റെസ്റ്റാണ്. ശാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പിള്ളേരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇപ്പം 2 താറാവന്മാരെ കണ്ട. താറാവൊക്കെ നല്ല വലുപ്പം കേട്ടോ. കൊണ്ടോ ഭീമൻ താറാവല്ല, ഇത് നല്ല പാത്തയുടെ ടൈപ്പ്. നമ്മളിവിടെ നിന്നപ്പോൾ പതിയെ നോക്കുക. താറാവ് ഒറ്റക്കാലം നിൽക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ കലാപരിപാടികൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ളൊരു ജർമ്മനിയിലെ അടുത്ത യാത്രയുടെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ചുമ്മാ നടക്കാനായിട്ട് ചെറിയൊരു ഫോറസ്റ്റിനകത്തോടെ പോയതാണ്. നല്ല കാഴ്ചകളായിരുന്നു. കുറേ കാഴ്ചകൾ കണ്ടു. വലിയ മൃഗങ്ങളൊന്നുമില്ല. നമ്മൾ മുമ്പേ കണ്ട സൈസ് താറാവിൻ്റെ ഒരു സൈസ്, ഫോറസ്റ്റിലുള്ള ഒരു സൈസ് കിളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉള്ളൂ. വലിയ മൃഗങ്ങൾ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഹെവി ഫോറസ്റ്റിനകത്തേ ഉള്ളൂ, ഇവിടെ ഇല്ല. പിന്നെ മാന്, അങ്ങനത്തെ കാട്ടുപന്നി, മുയൽ, കേഴയാട് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇതിനൊക്കെ കാണാം. നമ്മളിന്ന് അങ്ങനെയുള്ളതൊന്നും കണ്ടില്ല. മാനിനെ കണ്ടില്ല, കേഴയാടിനെ